ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്കൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും സന്തോഷ വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമ്മളതൊരു സംശയത്തിന്റെ പേരിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ അറിയിക്കണമല്ലോ. കാരണം സോഷ്യൽ മീഡിയകളിൽ പല ഓഡീഷൻസ് നടന്നു, അടുത്ത മാസം തുടങ്ങാൻ പോകുന്നു എന്നുള്ള കുറെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കാണുന്നതിനനുസരിച്ച് പലരും മെസ്സേജ് അയച്ചും കമന്റ് ബോക്സിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഓരോ അപ്ഡേറ്റ് കിട്ടുമ്പോഴും അത് നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. കാരണം ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അതിനോടൊരു നീതി പുലർത്തണമല്ലോ. അപ്പൊ നമുക്കിപ്പോൾ ബിഗ് ബോസ് ടീമിന്റെ ഇടയിൽ നിന്നുള്ള ചാരന്മാർ വഴി അറിഞ്ഞത് പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏപ്രിലിൽ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ഏപ്രിൽ അവസാനത്തേക്ക് നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ബട്ട് അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് 50-50 ചാൻസിൽ മാത്രമാണ് നിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മാസം അവസാനത്തേക്ക് നടത്തുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നടത്താനുള്ള പ്ലാനിങ്ങിലാണ്. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ, ഇവര് ജിയോയും സ്റ്റാറും തമ്മിൽ അവര് സെറ്റ് ആയതുകൊണ്ട് തന്നെ ജിയോ ഇതിലേക്ക് നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോകുമ്പോൾ അവരിത് ഹോട്ട്സ്റ്റാറിൽ നിന്ന് മാറ്റി ജിയോയിലേക്ക് മാറ്റുന്നുണ്ടോ, അതിന്റെ ടെക്നിക്കൽ സംഭവങ്ങളുമായിട്ടുള്ള താമസങ്ങളും വരുന്നുണ്ട്. ഇനി ഹോട്ട്സ്റ്റാർ തന്നെയാണ് ഈ പ്രാവശ്യം മലയാളത്തിനെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ ജിയോ സിനിമാസിലായിരിക്കും വരുന്നത്. അപ്പം ഇപ്പോൾ നടക്കുന്ന ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് മെയ് ജൂൺ ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിലേക്ക് ആകാനുള്ള സാധ്യതകളുണ്ട്. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളം സീസൺ 7 ബിഗ് ബോസിന്റെ തുടങ്ങാനുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്കൊക്കെ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏപ്രിൽ നമുക്ക് ബിഗ് ബോസിന്റെ സീസൺ തുടങ്ങുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ മെയ് ജൂൺ ആണ് പറയുന്നത്. ഡേറ്റും കാര്യങ്ങളും അവൈലബിൾ അല്ല, മറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഞാൻ മുൻ വീഡിയോകളിലും ഇതേപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നതെന്നും. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. എവിടെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി കൺഫേം അല്ല, മുംബൈയിലാണോ ചെന്നൈയിലാണോ എന്നതിനെ പറ്റി. കാരണം അവിടെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് സീസൺ 2ന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ബട്ട് അതിനെന്തോ ഡിലേ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ വെച്ച് തന്നെ ഏപ്രിൽ നടന്നു കഴിഞ്ഞാൽ അവർക്ക് തമിഴ് സീസൺ 9 അവിടെ തന്നെ ഒക്ടോബർ അവസാനമാകുമ്പോഴത്തേന് നടത്താൻ സാധിക്കും. എന്താണെങ്കിലും നമുക്ക് നോക്കാം, പോസിറ്റീവായിട്ട് തന്നെ കാത്തിരിക്കുക. ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസൺ ഇത്രയും ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് നോക്കാം. ഓഡീഷൻസ് ഒന്നും ഒഫീഷ്യലി ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, പ്രിലിമിനറി ഓഡീഷൻ ഒക്കെ അവര് അണ്ടർഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷം തന്നെ അവസാനം ഡിസംബറോട് കൂടിയൊക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം അണ്ടർഗ്രൗണ്ടിൽ ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പം ഒഫീഷ്യലി ഇതിനെക്കുറിച്ചൊന്നും ഒരു റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളോ ഒന്നും ഇടാറായിട്ടില്ല. ഓഡീഷനെ കുറിച്ചൊന്നും അറിയിപ്പുകളൊന്നുമില്ല. ആകെ നമുക്കിപ്പോൾ ലഭിച്ചൊരു റിപ്പോർട്ടാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ചെറിയെങ്കിലും ഒരു ഹോപ്പ് കൊടുക്കണമല്ലോ. അപ്പം ആ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏപ്രിൽ ഒരു അവസാനത്തോടു കൂടി മിക്കവാറും ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മെയിലെ ജൂണിലായിരിക്കും ഇവര് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പം അത് തുടങ്ങിയില്ലെങ്കിൽ നമ്മളോടൊന്നും പറയരുത് കേട്ടോ. കാരണം ബിഗ് ബോസിന്റെ കാര്യമാണ്, അവരുടെ ടീമിന്റെ കാര്യമാണ്. എന്ത് തടസ്സങ്ങളും ഏത് നിമിഷവും വേണമെന്നുണ്ടെങ്കിൽ അവർ പ്ലാനുകൾ മാറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഈ സമയത്തിനുള്ളിൽ നടക്കും. കാരണം സീസൺ ഉണ്ടെന്ന് തന്നെയാണല്ലോ പറയുന്നത്. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഈ പറയുന്ന ഏപ്രിലേക്കാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ഡേറ്റുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.